Hello and welcome back to Queen's Nook. ഇന്നുണ്ടല്ലോ ഞാൻ ഈ കിടില ഐറ്റം പരിചയപ്പെടുത്താനാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് പോയി. ഇത് കിസ് അക്രിലിക് നെയിൽ കിറ്റ് ആണ്. എന്ന് വെച്ചാൽ അക്രിലിക് നെയിൽസ് കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് സലോണിലൊക്കെ പോയാണ് എല്ലാവരും ചെയ്യുന്നത്, അല്ലാതെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അധികം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ്, പക്ഷേ ഇതേ സാധനം നമുക്ക് ആമസോണിൽ ഇത്രയും വലിയ പാക്കാണോ ചെറിയ പാക്കാണോ നിറത്തിൽ എന്തായാലും ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അക്രിലിക് നെയിൽസ് ചെയ്യാം, എന്ന് വെച്ചാൽ ഫേക്ക് നെയിൽസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം ഭയങ്കര ഈ വീഡിയോസൊക്കെ കണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഓടിച്ചാടിപ്പോയിട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അപ്പോൾ ഇത്തിരി ഫ്ലോപ്പായി കേട്ടോ. ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ അത് കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നെയിൽ പോളിഷ് റിമൂവർ എന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നും ഈ സാധനം പോകത്തില്ല കേട്ടോ. ഇച്ചിരി പാടാണ്. നല്ല സ്ട്രോങ് സെറ്റോണൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം മുക്കി വെച്ചുകൊണ്ടിരുന്നാൽ ഇളക്കി കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ധൃതി പിടിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കി കറക്റ്റായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ആക്ച്വലി ഫ്ലോപ്പല്ല, ഞാൻ അവസാനം അത് വർക്ക് ചെയ്ത് റെഡിയാക്കി. എന്ന് വെച്ചാൽ നമുക്കത് ഫയൽ ചെയ്തെടുക്കാമല്ലോ നെയിൽസ്. അപ്പോൾ ഞാൻ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ആദ്യം ചെയ്തപ്പോൾ ഇതിൽ കൂടുതൽ അക്രിലിക് യൂസ് ചെയ്തേ. അപ്പോൾ കൂടുതൽ അക്രിലിക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ട് വരും. അപ്പോൾ ചിലരുടെ നെയിൽസൊക്കെ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്, ഇതിങ്ങനെ അക്രിലിക് നെയിൽസ് ചെയ്ത് ഇങ്ങനെ ചക്ക പോലെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെയാണ്. ഇപ്പോഴാണ് പിടികിട്ടിയത് അത് കൂടുതൽ പ്രോഡക്റ്റ് വെക്കുന്നുണ്ട്, അതായത് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര വൃത്തികേടാട്ടോ, സ്ട്രൈറ്റ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ല, അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ചക്ക പോലെ ഇരിക്കും. അപ്പം ഞാൻ അവസാനം എനിക്ക് തോന്നി എന്താണെന്ന് അറിയാമോ, നമ്മൾ ഫേക്ക് നെയിൽസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് അക്രിലിക്ക് വെച്ചിട്ട് പിന്നെ അത് ഫയൽ ചെയ്ത് സ്ട്രൈറ്റ് ആക്കി എടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതല്ല ഇത്. പിന്നെ ഫയലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം ഫയൽ ചെയ്ത് റെഡിയാക്കുമോ അതിനനുസരിച്ചാണ് അതിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ കിട്ടുന്നത്. വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽസ് അധികം ഫയൽ ചെയ്ത് കളയാതിരിക്കാൻ നോക്കണം. സോ ആ ഭാഗത്ത് അക്രിലിക്ക് നന്നായിട്ട് പുരട്ടിയിട്ട് നല്ല സ്മൂത്തും ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ഈ കിറ്റ് കണ്ടോ, ഇതാണ് നമ്മുടെ കിസ് ആക്രിലിക് നെയിൽ കിറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഒരു മറ്റേ എന്താ പറയുന്നത്, അതിൻ്റെ ചെയ്യാനുള്ള പേപ്പറിൻ്റെ പേരെന്താ, പ്രൊസീജിയർ ഞാൻ മറന്നുപോയി കേട്ടോ. ആ പേപ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. ഇത് 2 months ആയി എൻ്റെ കയ്യിൽ ഇട്ടിട്ട്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. ഫസ്റ്റ് ക്യാമറയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലുണ്ടല്ലോ ഒരു കിസ് ആക്രിലിക് ലിക്വിഡ് ഉണ്ട് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനം. പിന്നെ ഒരു ആക്രിലിക് പൗഡർ ഉണ്ട്, ദേ കണ്ടോ, ഇത് രണ്ടും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇനിയുള്ളത് ദേ ഒരു പ്രൈമർ ഉണ്ട്, ഒരു ആക്രിലിക് പ്രൈമർ. പിന്നെ ഈ ആക്രിലിക് ലിക്വിഡ് ഉണ്ടല്ലോ, അതിന് ഭയങ്കര പൊട്ടം മണമാണെന്നാണ് പറയുന്നത്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടതിനകത്തല്ല അങ്ങനെയാണ് പറയുന്നത്. അപ്പം അതിന് ഇപ്പോൾ അതുകൊണ്ട് അവർ ദേ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ മണം, അതിൻ്റെ മണം കളയാൻ, ചീത്ത മണം കളയാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എസൻസ് പോലത്തെ ഒരു സാധനം കൂടെ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഇത് നോക്ക്, നമ്മുടെ ആക്രിലിക് ലിക്വിഡ് ഒഴിച്ച് വെക്കാൻ ഒരു കുഞ്ഞൊരു പാത്രമുണ്ട്, ഇതേ കണ്ടോ, ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ സാധനം, അതുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ശരിക്കും നമ്മുടെ ഫിംഗറിന് ചുറ്റും ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. നമ്മുടെ നെയിൽ ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ നെയിൽസ് വെക്കാതെ ഡയറക്റ്റ് നമ്മൾ ആക്രിലിക് വെച്ച് മാത്രം നെയിൽസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ളതാണ് ഇത്. നമ്മുടെ ആവശ്യമുള്ള ലെങ്ത്ത് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ദേ നെയിൽസ് ഒട്ടിക്കാനുള്ള ഗ്ലൂ ഉണ്ട്. പിന്നെ ദേ ബഫറുകൾ, ദേ നെയിൽ ഇങ്ങനെ ഇതാക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഇനി ഒരു തട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ ബോക്സ്. ഇതുണ്ടോ, എല്ലാം ഒരു ബോക്സിനകത്ത് തന്നെ വന്നിട്ടുണ്ടോ. ഇതെന്താ സ്റ്റക്ക് ആവുന്നത്, അയ്യോ സോറി. കണ്ടോ, ഇതിൽ കുറേ നെയിൽസ് ഉണ്ട്. ഇതിലും ഉണ്ട് ഇങ്ങനെ നെയിൽ ഫയൽ ചെയ്യാനുള്ള സാധനം. ഇത് താഴ്ത്തണം. പിന്നെ ദേ ഒരു ബ്രഷ് ഉണ്ട്, ദേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷ്. പിന്നെ ഈ നെയിൽസ് എങ്ങനെയാണെന്നറിയാമോ, സാധാരണ നെയിൽസും ഉണ്ട് ഇതാ കണ്ടോ. പിന്നെ മാനിക്യൂർ ചെയ്യാനുള്ള, ഫ്രഞ്ച് മാനിക്യൂർ ചെയ്യുന്ന നെയിൽസ് ഉണ്ടല്ലോ, ഫ്രഞ്ച് മാനിക്യൂർ അതറിയത്തില്ലേ, എൻസ് വൈറ്റ് ആയിട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ നെയിൽസും ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പല സൈസിനനുസരിച്ചിട്ടാണ് ഇതിലിങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നെയിൽസ് ഉണ്ട് ഇതിൽ കേട്ടോ.
പിന്നെ ഇത് ആക്ച്വലി ക്യൂട്ടിക്കൽ പുഷറാണ്. ഇതൊക്കെ എത്രത്തോളം കൊള്ളാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, കാരണം ഇത് വുഡാണ്, നമുക്ക് വേന എടുക്കുമെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല കേട്ടോ, ആണെങ്കിൽ പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അപ്പം ഞാൻ ഫസ്റ്റ് നെയിൽ ഒട്ടിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആക്രിലിക് അപ്ലൈ ചെയ്തിട്ടും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആദ്യം സ്യൂട്ടബിൾ ആയിട്ടുള്ള നെയിൽ സെലക്ട് ചെയ്യണം. അപ്പം ഞാൻ ഈ പിങ്കി ഫിംഗറിനുള്ളതാണ് ആദ്യം സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കുഞ്ഞീത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ടൈപ്പ് നെയിൽ. അപ്പോൾ ഇത് നെയിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് അറിയാമോ? നെയിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ബഫ് ചെയ്ത് കൊടുക്കണമെന്നാണ്. നമ്മുടെ നെയിൽസ് ഒന്ന് റഫാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ നെയിൽസും ഞാൻ ചെറുതായിട്ടൊന്ന് നല്ല സ്റ്റൈലായിട്ട് അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ നെയിൽ നമുക്ക് ഒട്ടിക്കാം കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉണ്ടല്ലോ, ഇവിടെ കണ്ടോ, ഒരു ഇത്രയും പാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു ചെറിയ കളർ ഡിഫറൻസ് ഇല്ലേ? അവിടം വരെ ഞാൻ നെയിൽ ഒട്ടിക്കാൻ പോവാണേ. ബാക്കി വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഒട്ടിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയിൽ ഗ്ലൂ എടുക്കാം. എന്നിട്ട് ഈ എൻഡ് പാർട്ടിൽ കുറച്ച് അപ്ലൈ ചെയ്യാം. കുറച്ച് മതി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഫൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് ഭാഗവും ചേരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് മാക്സിമം നമ്മൾ സ്മൂത്ത് ആക്കേണ്ടത്. അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് നമ്മുടെ ഈ നെയിലിൻ്റെ പാർട്ടിലെ ആ ഭാഗത്ത് ഈ പ്രൈമർ അടിക്കണം എന്നാണ് പറയുന്നത്. കണ്ടോ, ഒരു പ്രൈമർ ലിക്വിഡ് ഫുൾ അടിക്കണ്ട, നമ്മുടെ ഒറിജിനൽ നെയിലിൽ മാത്രം അടിക്കണം. അതാ ഇതൊരു ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. അപ്പം അത് വെച്ചിട്ട് മുക്കിയിട്ട് നമ്മുടെ നെയിലിൻ്റെ പാർട്ട് മാത്രം ഞാൻ കുറച്ച് പ്രൈമർ ഇടുവാണേ. ഓക്കെ, ചിലപ്പോൾ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ താരത്തിനെ എടുക്കാം. നമ്മുടെ അക്രിലിക് ലിക്വിഡ് നമ്മുടെ ഈ കുഞ്ഞു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഓ മൈ ഗോഡ്, നല്ല ഉഗ്രം മാറ്റമാണ് കേട്ടോ. കുഴപ്പമില്ല, ഒരു പ്രത്യേക മണം. കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ഗ്രീൻ ആപ്പിൾ അവരൊരു സാധനം തന്നിട്ടുണ്ട് കണ്ടോ. അത് ഞാനൊരു 5-6 തുള്ളി ഒഴിക്കാൻ പോവാണേ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഫോറിനിൽ കംപ്ലീറ്റ് ഈ AC പോലത്തെ സ്ഥലങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ തണുപ്പ് അങ്ങനെ ക്ലോസ്ഡ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര മണം എന്ന് അവർ പറയുന്നത്. ഈ പറയുന്ന അത്ര മണമൊന്നും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതിനി എൻ്റെ മൂക്കടഞ്ഞിരിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവർ പറയുന്നത് നമ്മുടെ അക്രിലിക് പൗഡർ ഓപ്പൺ ചെയ്ത് വെക്കാനാണേ. കണ്ടോ, ഞാൻ ഇത് രണ്ടും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അവർ പറയുന്നത് സ്മെല്ലല്ലേ, കണ്ടോ. എൻ്റെ മോൻ പറയുന്നത് നല്ല മണമുണ്ടോ, ചീത്ത മണം. നോക്ക്, ആ ഈ ബ്രഷ് ഭയങ്കര പൊട്ടയാണെന്നോ അവർ കുറേ പേരൊക്കെ അഭിപ്രായപ്പെടുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പറയുന്നത് ഇതിൽ നല്ലപോലെ ശരി കേട്ടോ, ഭയങ്കര മണം എന്ന് വെച്ചാൽ അൺസൈക്കിൾ ചീത്ത മണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ എന്തോ ഒരു പ്രത്യേക മണം. ഇതിൻ്റെ ഈ ബ്രഷ് നല്ലപോലെ ഇതിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. സ്മൂത്ത് ചെയ്യണം എന്ന് പറയും. ഓക്കെ, എന്നിട്ടുണ്ടല്ലോ അവർ പറയുന്നത് ഈ അക്രിലിക് പൗഡറിലുണ്ടല്ലോ ഡിപ്പ് ചെയ്യുമ്പോൾ അത് ബോൾ പോലെ ഫോം ചെയ്യത്രേ. നോക്കാമേ, ബോൾ കിട്ടി വേഗം. എന്നിട്ട് അതിനെ എടുത്ത് ഇവിടെ നമ്മൾ വെച്ച് ഫില്ല് ചെയ്യാം. എൻ്റെ ബോൾ ശരിയായില്ലല്ലോ. ഞാൻ ഒന്നും കൂടി അക്രിലിക് ലിക്വിഡ് ബുക്ക് ചെയ്യട്ടെ.
ഓ ഗോഡ്, ഇത് ഭയങ്കര വലിയ ചക്ക പീസാണല്ലോ എനിക്ക് കിട്ടിയത്. ഇത്രയും പ്രോഡക്റ്റ് വേണ്ടായിരിക്കും കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതിയായിരിക്കും. കുറച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. ഉണങ്ങിയിട്ട് വിൽ ഡു ദ നെക്സ്റ്റ് ഫിംഗർ. ഉണങ്ങിയിട്ട് അല്ല, നെക്സ്റ്റ് ഫിംഗർ ഇപ്പം ചെയ്യാം. ഉണങ്ങിയിട്ട് നമുക്കിതിൻ്റെ ഫയൽ ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണയില്ലേ, അത് വരട്ടി ഒന്ന് മസാജ് ചെയ്തത്. വെളിച്ചെണ്ണ ഒന്ന് നല്ല പരുവാക്കി കൈ. അപ്പോൾ ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ പരിപാടി? അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. ബൈ ബൈ, ടേക്ക് കെയർ.